നെക്സ്റ്റ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് എ വീക്ക് ആസിഡ്. ഒരു വീക്ക് ആസിഡിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ കൺസിഡർ എ വീക്ക് ആസിഡ് ദാറ്റ് ഈസ് HX that is partially ionized in the aqueous solution. നമുക്കറിയാം വീക്ക് ആസിഡ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അയണൈസേഷൻ നടക്കില്ല, പാർഷ്യൽ അയണൈസേഷനേ നടക്കുകയുള്ളൂ. സോ ദ ഇക്വിലിബ്രിയം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ HX plus H2O gives H3O plus X minus. So here in this general equation, HX is a weak acid. HX weak acid ആണ്. അപ്പോൾ വീക്ക് ആസിഡിന് അയണൈസേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? H3O പ്ലസും X മൈനസ് അയോൺസും ആയിട്ടാണ് അവിടെ വാട്ടറിൽ HX ദാറ്റ് ഈസ് വീക്ക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ലെറ്റ് ആൽഫ ബി ദി എക്സ്റ്റെന്റ് ഓഫ് അയണൈസേഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു വീക്ക് ആസിഡ് ആണ്. ഇപ്പോൾ വീക്ക് ആസിഡ്സിന്റെ കേസിൽ പാർഷ്യൽ അയണൈസേഷനെ നടക്കുന്നുള്ളൂ. അപ്പോൾ ആ പാർഷ്യൽ അയണൈസേഷൻ എത്ര എക്സ്റ്റെന്റിലാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ആൽഫ വെച്ച് സൂചിപ്പിക്കുന്നത്. സോ ലെറ്റ് ആൽഫ ബി ദി എക്സ്റ്റെന്റ് ഓഫ് അയണൈസേഷൻ. ദെൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, നമ്മൾ കോൺസെൻട്രേഷൻ പറയുന്നത് മോൾ പെർ ലിറ്ററിലാണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ വീക്ക് ആസിഡ് എന്ന് പറയുന്നത് C മോൾ പെർ ലിറ്റർ ആണ്. ആൻഡ് ദാറ്റ് ടൈം ദ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് X മൈനസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനീഷ്യൽ ടൈമിൽ പ്രോഡക്ട്സ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ആഫ്റ്റർ അറ്റൈനിങ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പം നമുക്കറിയാം അവിടെ കുറച്ച് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഹിയർ certain extent of concentration of weak acid ഡിക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് C ആൽഫ എമൗണ്ട് ഡിക്രീസ് വീക്ക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ വന്നിട്ടുണ്ട്. Therefore at equilibrium concentration അറ്റൈൻ ചെയ്ത് കഴിയുമ്പം the concentration of weak acid it can be considered as C minus C alpha. ഒറിജിനലി ഉണ്ടായിരുന്ന ഇനീഷ്യലി ഉണ്ടായിരുന്ന കോൺസെൻട്രേഷനിൽ നിന്നും C ആൽഫ കുറഞ്ഞു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ടൈമിൽ H3O പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C ആൽഫയാണ്. ആൻഡ് X മൈനസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ C ആൽഫ. ഇവിടെ എത്ര കുറവ് വന്നോ അത്രയും അയോൺസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് C മൈനസ് C ആൽഫനെ നമുക്ക് ഒന്നും കൂടെ മാറ്റി എഴുതാം. നമുക്ക് ഈ C എന്ന് പറയുന്നത് ഇവിടെ കോമൺ ടേം ആണ്, അതിനെ പുറത്തേക്ക് എടുത്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് C ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന ടേമിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. Therefore the dissociation or ionization constant of acid നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നത്? Ka എന്നാണ് എഴുതുന്നത്. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka is equal to molar concentration of product divided by molar concentration of the reactant. പ്രോഡക്റ്റ് ആരൊക്കെയാണ്? molar concentration of H3O plus into molar concentration of X minus divided by molar concentration of HX. നമ്മൾ വാട്ടറിന്റെ എടുക്കുന്നില്ല, കാരണം വാട്ടർ പ്യൂർ ലിക്വിഡ് ആയതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. K എന്ന് പറയുന്നത് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്, അറ്റ് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആസിഡ്സിന്റെ ഡിസോസിയേഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളിവിടെ പറയുന്നത്. Therefore K is equal to C alpha into C alpha divided by C into 1 minus alpha. At equilibrium the concentration of H3O plus നമ്മൾ അപ്പുറം കണ്ടതാണ്. H3O പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ C ആൽഫ ആയിട്ടാണ് നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ X മൈനസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ C ആൽഫയാണ്. അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് HX എന്ന് പറയുന്നത് C ഇൻറ്റു 1 മൈനസ് ആൽഫയാണ്. ഇവിടെ നമുക്ക് ഒരു സീനെ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഓരോ സീനെ നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? C ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് കിട്ടും. So Ka is equal to C alpha square divided by 1 minus alpha. So at a given temperature T, Ka is a measure of the strength of the acid HX. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആസിഡിന്റെ സ്ട്രെങ്ത്തിന്റെ ഒരു മെഷർ ആണ് Ka എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്? Ka വാല്യൂ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്നാണ് അർത്ഥം അല്ലെ? നമ്മളൊരു ഇക്വിലിബ്രിയം ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ അവിടെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ് Ka. ഇപ്പൊ പ്രോഡക്റ്റിന്റെ വാല്യൂ കൂടിയാൽ Kയുടെ വാല്യൂവും കൂടും. പ്രോഡക്റ്റിന്റെ വാല്യൂ കൂടുക അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആസിഡ്
കൂടുതലായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആസിഡ് ഡിസോസിയേഷൻ അവിടെ കൂടിയ റേറ്റിലാണ് നടക്കുക. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് കെയുടെ വാല്യൂ കൂടും. അപ്പോൾ കെയുടെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ആസിഡ് ഇൻക്രീസസ്. സോ വി ക്യാൻ സേ ദാറ്റ് larger the value of Ka, the stronger is the acid. So next we can consider a problem. Calculate the pH of 0.08 molar solution of hypochlorous acid, that is HOCl. The ionization constant of the acid is 2.5 into 10 raised to minus 5. Determine the percent dissociation of HOCl. HOCl എത്ര പെർസെൻറ്റേജ് ഡിസോസിയേറ്റ് ചെയ്തു അതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത്. സോ ഹിയർ ഇൻ ദിസ് പ്രോബ്ലം നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കോൺസെൻട്രേഷൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. C is equal to 0.08 മോളാർ സൊല്യൂഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് Ka, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka is equal to 2.5 into 10 raised to minus 5. ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ ഡിസോസിയേഷൻ ഇക്വേഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഹൈപ്പോക്ലോറസ് ആസിഡ് വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? H3O പ്ലസ് അയോൺസ് ആൻഡ് ClO മൈനസ് അയോൺസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആൻഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻ മോൾ പെർ ലിറ്ററിൽ പറയുകയാണെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് HOCl, ദാറ്റ് ഈസ് ഹൈപ്പോക്ലോറസ് ആസിഡ്, നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത് വാല്യൂ? 0.08 ആണ് വാല്യൂ തന്നിരിക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം പ്രോഡക്ട്സ് ആയ H3O പ്ലസ് അയോൺസ് ആൻഡ് ClO മൈനസ് അയോൺ അവരുടെ കോൺസെൻട്രേഷൻ 0 ആയിരിക്കും. ഇനീഷ്യലി പ്രോഡക്ട്സ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. പിന്നെ ആഫ്റ്റർ അറ്റൈനിങ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ കോൺസെൻട്രേഷനിൽ ഒരു ഡിക്രീസ് വന്നിട്ടുണ്ട്. എത്ര എമൗണ്ട് ആണ് കോൺസെൻട്രേഷൻ ഇവിടെ കുറഞ്ഞത്? X എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ കുറഞ്ഞതായിട്ടാണ് നമ്മളിവിടെ consider ചെയ്യുന്നത്. Therefore, at equilibrium concentration, the concentration of HOCl that is equal to 0.08 minus X, and at that time concentration of H3O plus ions is X mole per liter and the concentration of ClO minus ions is X mole per liter. In equilibrium conditions, the acid dissociation constant Ka is equal to molar concentration of the product divided by the molar concentration of reactant, that is the molar concentration of H3O plus into molar concentration of ClO minus divided by molar concentration of HOCl. നമ്മൾ വാട്ടറിന്റെ കേസിൽ മോളർ കോൺസെൻട്രേഷൻ എടുക്കുന്നില്ല ബിക്കോസ് അത് പ്യുവർ ലിക്വിഡ് ആണ്. ആൻഡ് ദ മോളർ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് നമ്മൾ എത്രയായിട്ട് എടുത്തത്? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ X എമൗണ്ട് ഓഫ് H3O പ്ലസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. Therefore, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka is equal to X സ്ക്വയർ. X സ്ക്വയർ വരാൻ കാരണം എന്താണ്? H3O പ്ലസിന്റെ കോൺസെൻട്രേഷനും ClO മൈനസിന്റെ കോൺസെൻട്രേഷനും രണ്ടും X എമൗണ്ട് ആണ് അവിടെ ഫോം ചെയ്തത്. Therefore, X into X, X സ്ക്വയർ ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HOCl. അവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്? 0.08 minus X. Here, the dissociation of hypochlorous acid, extent of dissociation of hypochlorous acid, it is very low. അതുകൊണ്ട് തന്നെ Xന്റെ വാല്യൂ it is very much less than 0.08. Therefore, we can neglect X from the denominator. Or we can say that 0.08 minus X is approximately equal to 0.08. Therefore, the acid dissociation constant Ka is equal to X square divided by 0.08. Next step ila K യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. K യുടെ വാല്യൂ എത്രയാണ്? 2.5 into 10 raised to minus 5. Which is equal to X square divided by 0.08. By rearranging the equation, ആ equation ഒന്ന് rearrange ചെയ്ത് എഴുതിയാൽ X square is equal to 2.5 into 10 raised to minus 5 into 0.08 നമുക്ക് എഴുതാനായിട്ട് പറ്റും. And that is equal to 2.0 into 10 raised to minus 6. Therefore, X is equal to square root of 2.0 into 10 raised to minus 6. എത്ര വാല്യൂ വരുന്നത്? 1.41 into 10 raised to minus 3. ഇപ്പോൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ നമ്മൾ പ്രോഡക്റ്റിന്റെ കേസിൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എടുത്തത് എത്രയായിട്ടാണ്? X ആയിട്ടാണ് എടുത്തത്. Therefore, the molar concentration of H3O plus is equal to X, that is equal to 1.41 into 10 raised to minus 3 molar. നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? പെർസെന്റ് ഡിസോസിയേഷൻ ഓഫ് HOCl ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെർസെന്റ് ഡിസോസിയേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? It is equal to HOCl
dissociated divided by the concentration of HOCl initial. Initial concentration എത്രയുണ്ടായിരുന്നു? എത്ര concentration of acid അവിടെ dissociate ചെയ്തു? ആസിഡ് എന്തുമാത്രം ഡിസോസിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എക്സിന്റെ വാല്യൂ. എക്സ് എത്ര വാല്യൂ നമുക്ക് കിട്ടിയത്? 1.41 into 10⁻³ ഡിവൈഡഡ് ബൈ ഇനീഷ്യലി ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ. അതെത്രയാണ്? 0.08 into 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.76%. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 1.76% മാത്രമേ അവിടെ ഡിസോസിയേഷൻ നടന്നിട്ടുള്ളൂ. അത്രയും ആസിഡെ അവിടെ ഡിസോസിയേറ്റ് ചെയ്ത് H3O പ്ലസ് അയോൺസും ClO മൈനസ് അയോൺസും ആയിട്ട് മാറിയിട്ടുള്ളൂ. pH ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് അയോൺസ്. H3O പ്ലസ് അയോൺസിനെ നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ് ആയിട്ടാണ് എടുത്തത്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.41 into 10⁻³ Therefore, negative logarithm of 1.41 into 10⁻³ which is equal to 2.85. Ionization of weak base. ഒരു weak base ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് അയണൈസേഷൻ നടക്കുന്നത്? So here, considering this general equation MOH dissociates into M plus and OH minus ions. ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ജനറൽ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബേസ് അയണൈസേഷൻ കോൺസ്റ്റന്റ് KB is equal to molar concentration of M plus into molar concentration of OH minus divided by molar concentration of MOH. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബേസ് ആണ് അല്ലേ? നമ്മൾ ആസിഡിന്റെ ഡിസോസിയേഷൻ പറഞ്ഞ ടൈമിൽ അവിടെ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് ഡിസോസിയേഷന്റെ ടേംസിലാണ് നമ്മൾ ബാക്കി KAയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ യൂസ് ചെയ്ത് നമുക്കിവിടെ KBയുടെ വാല്യൂ കണ്ടുപിടിക്കാം. Therefore, KB is equal to C alpha square divided by 1 minus alpha. നമുക്കവിടെ ആസിഡ് KAയുടെ വാല്യൂ കിട്ടിയതുപോലെ തന്നെയാണ് നമുക്കിവിടെ KBയുടെ വാല്യൂവും കിട്ടുന്നത്. So, PKA is equal to negative logarithm of KA and PKB is equal to negative logarithm of KB. നമ്മൾ pH എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അയോൺസ് വെച്ചിട്ടാണ് നമ്മൾ pH എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് PKയുടെ വാല്യൂ PKBയുടെ വാല്യൂ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. സോ PKA is equal to negative logarithm of KA and PKB is equal to negative logarithm of KB. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് KAയുടെ വാല്യൂ കൂടിയാൽ ആസിഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ KBയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. ഇനി ഇവിടെ KAയും PKയും തമ്മിൽ കൺസിഡർ ചെയ്താൽ അവരെങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. KAയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ പറയും ആസിഡ് സ്ട്രെങ്ത് കൂടുതലാണ്. PKയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, PKയും KAയും. ഇപ്പൊ KA കൂടുതലാണെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് കൂടുതലാണ്. പക്ഷെ PKയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് കൂടുതലല്ല, ആസിഡ് സ്ട്രെങ്ത് അവിടെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് KBയുടെയും പറയാം. KBയുടെ വാല്യൂ കൂടുതലാണ് എങ്കിൽ ബേസിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. PKBയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറവായിരിക്കും. Relation between equilibrium constant of weak acid Ka and equilibrium constant of weak base Kb. The equilibrium constant for a net reaction obtained after adding two or more reactions equals the product of the equilibrium constant for individual reactions. That is, K net is equal to K1 into K2 into etc. രണ്ടോ അതിലധികമോ ഇക്വിലിബ്രിയം റിയാക്ഷൻസിനെ തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, നെറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓരോ ഇക്വിലിബ്രിയം റിയാക്ഷൻസിന്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. സോ ദ നെറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K net is equal to K1 into K2 into etc. Next we can consider an example. So consider the example of conjugate acid base pair NH4 plus and NH3. The first equilibrium is NH4 plus H2O gives H3O plus NH3. So here the acid dissociation constant Ka is equal to molar concentration of the product divided by the molar concentration of the reactant. That is equal to
molar concentration of H3O plus into molar concentration of NH3 divided by molar concentration of NH4 plus. H2 എന്ന് പറയുന്നത് pure liquid ആണ്. Concentration നമ്മൾ constant ആയിട്ടാണ് എടുക്കുന്നത്. So here the value of Ka is equal to 5.6 into 10 raised to minus 10. Next we can consider an equilibrium involving the conjugate base NH3. That is NH3 plus H2O gives NH4 plus OH minus. And here the value of Kb is equal to molar concentration of NH4 plus into molar concentration of OH minus divided by molar concentration of NH3. And the value is equal to 1.8 into 10 raised to minus 5. And the net reaction is equal to, നമ്മൾ ആ കണ്ട രണ്ട് റിയാക്ഷൻസിനെ തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നെറ്റ് റിയാക്ഷൻസ് കിട്ടുക. അപ്പോൾ അവരെ തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 2H2O liquid gives H3O plus OH minus. ഈ നെറ്റ് റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, സെൽഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ ആണിത്. ഇപ്പോൾ സെൽഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ, അതിൻ്റെ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ KW is equal to, എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O plus into molar concentration of OH minus, which is equal to 1.0 into 10 raised to minus 14. And K into KB. K and KB എന്തായിരുന്നു, നമ്മൾ തൊട്ട് മുൻപ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. K എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O plus into molar concentration of NH3 divided by molar concentration of NH4 plus into KB യുടെ വാല്യൂ എത്രയായിരുന്നു, molar concentration of NH4 plus into molar concentration of OH minus divided by molar concentration of NH3. So, ഇപ്പോൾ ഇവിടെ K into KB which is equal to molar concentration of H3O plus into molar concentration of OH minus തന്നെ നമുക്ക് ഇവിടെ കിട്ടും. എങ്ങനെയാണ് അത് കിട്ടുന്നത്, ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ളത് NH3യും ഇവിടെ ഡിനോമിനേറ്ററിൽ NH3യും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ NH4 പ്ലസ് ന്യൂമറേറ്ററിൽ കിടക്കുന്ന NH4 പ്ലസുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ മിച്ചം ആരൊക്കെ എവിടെ ഉള്ളൂ, H3O പ്ലസും OH മൈനസും. സോ Ka into Kb is equal to molar concentration of H3O plus into molar concentration of OH minus and that is equal to Kw. Ka യുടെ വാല്യൂ Kb യുടെ വാല്യൂ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് Ka is equal to 5.6 into 10 raised to minus 10 into 1.8 into 10 raised to minus 5. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര തന്നെയാ, 1.0 into 10 raised to minus 14 മോളാർ. അത് തന്നെയാണ് നമുക്ക് Kw യുടെ വാല്യൂ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച Kw യുടെ വാല്യൂ. സോ വി കൻ കൺക്ലൂഡ് ദാറ്റ് Ka into Kb is equal to Kw. So in the case of conjugate acid base pair, Ka into Kb is equal to Kw. ഇതിന്റെ നെഗറ്റീവ് ലോഗരിതം എടുത്താൽ എങ്ങനെ വരും, നെഗറ്റീവ് ലോഗ് Ka ഇൻറ്റു Kb ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് Kw. നെഗറ്റീവ് ലോഗ് Ka ഇൻറ്റു Kb എന്നുള്ളത് ഏത് ഫോമിൽ നമുക്ക് മാറ്റി എഴുതാം, നെഗറ്റീവ് ലോഗ് Ka പ്ലസ് നെഗറ്റീവ് ലോഗ് Kb. നെഗറ്റീവ് ലോഗ് Ka ആണ് എന്ത്, Pka പ്ലസ് നെഗറ്റീവ് ലോഗ് Kb എന്ന് പറയുന്നത് Pkb വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് Kw, that is Pkw, and the value is 14.